PYQ ഡിസ്കഷൻ ആണ്. പ്രീവിയസ് ഇയർ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അല്ല, ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത് ദേ ഡാഷ് യു. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. വിൽ ബിലീവ് ഓപ്ഷനിലുണ്ട്, വുഡ് ഹാവ് ബിലീവ്ഡ് ഓപ്ഷനിലുണ്ട്, അതുപോലെ വുഡ് ബിലീവ് ഓപ്ഷനിലുണ്ട്, മേ ബിലീവ് ഓപ്ഷനിലുണ്ട്. അപ്പൊ നിങ്ങൾ എന്നോടൊപ്പം ചോദ്യം ചെയ്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അത് ഉപകാരപ്പെടുന്ന ഒരു സെക്ഷൻ ആയിട്ട് മാറും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പൊ കേട്ടിരിക്കാതെ ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് കുറിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ നോക്കിയേ, ഇഫ് യു ടോൾഡ് ദ ട്രൂത്ത് ദേ ഡാഷ് യു. കണ്ടല്ലോ, ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം ഇഫ് ക്ലോസിന് 3 റൂളാണുള്ളത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതില് ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഹാഡ് പ്ലസ് V3. അപ്പൊ ഇഫ് ക്ലോസിന്റെ ആദ്യത്തെ റൂൾ എങ്ങനെയാണ്? ഇഫ് പ്ലസ് ദി പ്രസന്റ് ടെൻസ്. ഇഫ് പ്ലസ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മറുഭാഗത്ത് നമുക്ക് ഏതൊക്കെ വരാം? വില്ല് വരാം, അതുപോലെ ഷാള്, വില്ല്, ഷാള്, അതുപോലെ ക്യാന്, അതുപോലെ മേ പ്ലസ് V1 ഉണ്ട്. പ്രസന്റ് ടെൻസ് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കുട്ടികളെ? വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ, ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഈസ്, ആം, ആറ്, ഹാസ്, ഹാവ്, ഇതിലേതെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രസന്റ് ടെൻസ്. ഇഫ് വരുന്ന ഭാഗത്ത് എങ്കിൽ മറുഭാഗത്ത് വിൽ പ്ലസ് V1 എഴുതാം, ഷാൾ പ്ലസ് V1 എഴുതാം, ക്യാൻ പ്ലസ് V1 എഴുതാം, അല്ലെങ്കിൽ മേ പ്ലസ് V1 എഴുതാം. ഇതിന്റെ രണ്ടാമത്തെ റൂൾ എങ്ങനെയാണ്? ഇഫ് പ്ലസ് V2 അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ്. ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഏതൊക്കെ എഴുതാം? വില്ലിന് പകരം വുഡ് എഴുതാം, വുഡ്, അതുപോലെ ഷുഡ്, അതുപോലെ കുഡ്, അതുപോലെ മൈറ്റ് പ്ലസ് V1. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് എഴുതണം. ഇപ്പൊ പാസ്റ്റ് ടെൻസ് ആണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? പാസ്റ്റ് ടെൻസ് ആണെന്ന് വെർബ് നോക്കിയാൽ മതി. വെർബ് V2 അല്ലെങ്കിൽ ഡിഡ്, അല്ലെങ്കിൽ ഏതൊക്കെ വരാം? വാസ് വരാം, വെയർ വരാം. വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വെയർ വന്നിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് ടെൻസ്. എങ്കിൽ നമുക്ക് വുഡ് എഴുതാം, ഷുഡ് എഴുതാം, കുഡ് എഴുതാം, മൈറ്റ് എഴുതാം, പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. ഇനി ഇഫിന്റെ മൂന്നാമത്തെ റൂളാണ് ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വുഡ് വരാം, അതുപോലെ ഷുഡ് വരാം, അതുപോലെ കുഡ് വരാം. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന്, പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പൊ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോയേ. ഹാഡ് പ്ലസ് V3 ആണ് കിടക്കണ്ട. ഇഫ് വരുന്ന ഭാഗത്ത് ഹാഡ് പ്ലസ് V3. അപ്പൊ മൂന്നാമത്തെ റൂൾ നമ്മൾ ഈ റൂൾ വെച്ചിട്ട് ഉത്തരം എഴുതുന്നു. അപ്പൊ നമ്മൾ എന്തെന്ന് പറഞ്ഞു? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് ഹാവ് പ്ലസ് V3. ഏത് ഉത്തരം വരുന്നു ഇവിടെ? അപ്പൊ നമുക്ക് ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. നമുക്ക് ഏത് ഉത്തരം വരുന്നു? ബി ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഹോം എവരി വീക്ക്. ഗോസ് ഓപ്ഷനിലുണ്ട്, ഗോ ഓപ്ഷനിലുണ്ട്, ഈസ് ഗോയിങ് ഓപ്ഷനിലുണ്ട്, വാസ് ഗോയിങ് ഓപ്ഷനിലുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് സബ്ജക്റ്റ് പ്രിഫറൻസ് വരുന്ന ചോദ്യങ്ങളാണിത്. അതായത് ഫസ്റ്റ് സബ്ജക്റ്റ് പ്രിഫറൻസ്, അതുപോലെ സെക്കൻഡ് സബ്ജക്റ്റ് പ്രിഫറൻസ്. ഇപ്പൊ രണ്ട് സബ്ജക്റ്റുകളെ ഏത് വാക്ക്? നെയ്തർ നോർ വെച്ച് ബന്ധിപ്പിച്ചാൽ, രണ്ട് സബ്ജക്റ്റുകളെ ഏത് വാക്ക്? നെയ്തർ നോർ വെച്ച് ബന്ധിപ്പിച്ചാൽ രണ്ടാമത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതണം. രാജു ഫസ്റ്റ് സബ്ജക്റ്റ്, ഫ്രണ്ട്സ് സെക്കൻഡ് സബ്ജക്റ്റ്. രണ്ടാമത്തെ സബ്ജക്റ്റ് ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഉത്തരം എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. നമുക്ക് താഴെ തന്നിരിക്കുന്നതില് ഗോസ് എസ്സിൽ അവസാനിക്കുന്ന വെർബ് എല്ലാം സിംഗുലാർ ആണ്, ഉത്തരം വരില്ല. ഗോ V1 ആണ്, അത് പ്ലൂറൽ ആണ്, ഉത്തരം വരാം. ഈസ് ഗോയിങ് വരില്ല, ഈസ് സിംഗുലാർ ആണ്, വരില്ല. വാസ് ഗോയിങ് വരില്ല, വാസ് സിംഗുലാർ ആണ്, വരില്ല. അത് നമുക്ക് ഉത്തരം ഏത് വരുന്നൂടെ? ഗോ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ബി ഗോ ഉത്തരമായിട്ട് വരുന്നു. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, എവരി വരുന്ന സെൻസ് ഇപ്പൊ ഇതിൽ പറയേണ്ട കാര്യമില്ല. കാരണം എവരി വരുന്ന സെൻസ് എല്ലാം സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അവിടെ ഗോ അല്ലെങ്കിൽ ഗോസ് വരാം. നിങ്ങൾക്ക് ഓപ്ഷനിൽ ഒരു പ്ലൂറലും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ
എങ്ങനെ ഉത്തരം സെലക്ട് ചെയ്യാം? അവിടെ എവരി എന്ന് പറയുന്ന വാക്കും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഗോയിലേക്ക് എത്താം. ചിലപ്പോൾ ഒരു പ്ലൂറലും കൂടെ, ഇപ്പൊ നമുക്ക് ഒരെണ്ണം മാത്രമേ പ്ലൂറൽ ഉള്ളൂ, അപ്പൊ ഡൗട്ട് വരില്ല. പക്ഷെ ഒരു പ്ലൂറലും കൂടെ വരികയാണെങ്കിൽ നമ്മൾ ഏത്, അല്ലെങ്കിൽ 4 പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? എവരി എന്ന് പറയുന്ന സെന്റൻസുകളിൽ എന്ത് ചെയ്യുന്നു? ഏത് മാത്രമേ വരാറുള്ളൂ? ഗോ അല്ലെങ്കിൽ ഗോസ് ഉത്തരമായിട്ട് വരുള്ളൂ. സിമ്പിൾ പ്രസന്റ് ആണ്. അതും കൂടെ ഓർമ്മയിലിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. ഹി ഈസ് സീനിയർ ഡാഷ് മീ ഇൻ കോളേജ്. നമുക്ക് സീനിയർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. പഠിക്കേണ്ട കാര്യം സീനിയർ, ജൂനിയർ, സീനിയർ അതേപോലെ ജൂനിയർ, സീനിയർ, ജൂനിയർ, ഇൻഫീരിയർ, അതുപോലെ സുപ്പീരിയർ, അതുപോലെ ആന്റീരിയർ, അതുപോലെ പോസ്റ്റീരിയർ. കുട്ടികളെ ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന പ്രിപ്പോസിഷൻ ടു ആയിരിക്കും. തുടർന്ന് വരുന്ന പ്രിപ്പോസിഷൻ ഏതായിരിക്കും? ടു ആയിരിക്കും. ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആന്റീരിയർ, പോസ്റ്റീരിയർ പ്ലസ് ടു. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ദാൻ ഉണ്ട്, ഫോർ ഉണ്ട്, ബൈ ഉണ്ട്, അതുപോലെ ടു ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? ഓപ്ഷൻ ഡി ആയിട്ടുള്ള ടു നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറക്കില്ലല്ലോ, ഈ വാക്കുകൾ കഴിഞ്ഞാൽ ടു ചേർക്കുക, ദാൻ ചേർക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയേ ചോദ്യം. എവരിവൺ പാസ്ഡ് ദ എക്സാമിനേഷൻ. ടാഗ് ഉപയോഗിക്കാനാണ്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം എവരിവണ്ണിന് പകരം നമുക്ക് എന്ത് സബ്ജക്ട് എടുക്കാം? ദേ എന്ന സബ്ജക്ട് എടുക്കാം. എവരിവണ്ണിന് പകരം നമുക്ക് എന്തെടുക്കാം? ദേ എടുക്കാം. പാസ്ഡ് എന്ന് പറയുന്ന ഓക്സിലറി ഇല്ലാത്തത് കൊണ്ട് ഓക്സിലറി കണ്ടെത്താം. പാസ്ഡ് V2 ആയതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടെത്തി വെക്കാം? ഡിഡ് എന്ന ഓക്സിലറി അവിടെ കണ്ടെത്താം. എന്ത് കണ്ടെത്താം? ഡിഡ് എന്ന ഓക്സിലറി കണ്ടെത്താം. അപ്പൊ എവരിവണ്ണിന് പകരം ദേ എടുത്തു, ഡിഡ് വന്നു. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് എന്ത് ടാഗ് ചെയ്യുക? നെഗറ്റീവ് ടാഗ്. ഡിഡിനോടൊപ്പം നോട്ട് ഇടുന്നത് മാറ്റം വരും. ഡിഡിന്റ്. ഡിഡിന്റ് സബ്ജക്ട് ഏതാണ്? ദേ. ഡിഡിന്റ് ദേ. ഡിഡിന്റ് ദേ ഏത് ഓപ്ഷൻ ആണ് കിടക്കുന്നത്? ഓപ്ഷൻ എ ഡസിന്റ് ഹി, ഓപ്ഷൻ ഡി ഡോണ്ട് ദേ, ഡോണ്ട് ദേ, ഓപ്ഷൻ സി ഡിഡിന്റ് ദേ, ഓപ്ഷൻ ഡി ഡിഡിന്റ് ഹി. അപ്പൊ നമുക്ക് ഏത് ഉത്തരം വരുന്നു? ഡിഡിന്റ് ദേ. ശ്രദ്ധിക്കുക, everyone, everybody, everyone, everybody, someone, somebody, no one, nobody, none. പിന്നെ അതുപോലെ എന്ത് ചെയ്യുന്നു? anyone, anybody, anyone, anybody. വാക്കുകൾ ഏതൊക്കെയാണ്? everybody, everyone, someone, somebody, anyone, anybody, nobody അല്ലെങ്കിൽ anyone, anybody, no one, nobody. ഈ വാക്കുകൾ ഏതെങ്കിലും ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗില് ദേ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഇവയ്ക്ക് വരെ ഏതെടുക്കാം? ദേ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ദേ സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ട് വരുന്ന സെന്റൻസുകളില് ഓക്സിലറി വെർബ്, ഇത്തരം ചോദ്യങ്ങളിൽ ഓക്സിലറി സിംഗുലാർ ആണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ പ്ലൂറൽ ആക്കി വേണം ടാഗ് ചെയ്യാൻ. ഇവിടെ നമുക്ക് എവരിവൺ പാസ്, എവരിവൺ പാസസ് ദ എക്സാമിനേഷൻ എന്നാണ് കിടന്നതെന്ന് വെച്ചോ ചോദ്യം. എവരിവൺ പാസസ് ദ എക്സാമിനേഷൻ. അപ്പൊ എവരിവണ്ണ് വരെ നമുക്ക് ദേ എടുക്കാം. പാസസിന് അകത്ത് വന്നിരിക്കുന്ന ഓക്സിലറി ഏതാണ്? ഡെസ് ആണ്. ഇപ്പൊ ഡെസ് സിംഗുലാർ, ദേ പ്ലൂറൽ. നിൽക്കുമോ അതിനകത്ത്? ഇല്ല. ഡെസിന്റെ പ്ലൂറലില് ഡു വെച്ചിട്ടാക്കിയാണ്. അപ്പൊ ഡോണ്ട് ദേ അവിടെ വന്നേ. ഓർമ്മയിലിരിക്കുക. അപ്പൊ വാക്കുകൾ ഒന്നും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, എവരിവൺ, എവരിബഡി, someone, somebody, anyone, anybody, no one, nobody, none. പിന്നെ അതുപോലെ anyone, anybody. ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ദേ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. ഇത്തരം വാക്കുകൾ പോലെ എന്തെടുക്കുക? ദേ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് ടാഗ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ദേ സബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറലായി വന്നു കഴിഞ്ഞാൽ ഓക്സിലറി ചോദ്യത്തിൽ സിംഗുലാർ ആണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ പ്ലൂറൽ ആക്കി ടാഗ് ചെയ്യണം. മറക്കൂലല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. ഡാഷ് ഓണസ്റ്റ് മാൻ ഇസ് ദ നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. നമുക്ക് ആൻ ഉണ്ട്, എ ഉണ്ട്, ദായ ഉണ്ട്, ബോത്ത് ബി ആൻഡ് സി, ബോത്ത് ബി ആൻഡ് സി എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഏതാണ് ഉത്തരം നോക്കിയേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്ത് ചെയ്യുന്നു? നമ്മുടെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഓണസ്റ്റ് ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് അതിന്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അതിന്റെ മുന്നിൽ എന്ത് ചേർത്ത് പറയുക? ആൻ ചേർത്ത് പറയുക. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? എ ഓപ്ഷൻ ആയിട്ടുള്ള ആൻ ഓണസ്റ്റ് ഉത്തരമായിട്ട് വരും. എങ്ങനെ പറഞ്ഞു? നമ്മൾ എന്ത് ചെയ്യുന്നൂടെ? ഒരു വാക്ക് നിങ്ങൾക്ക് ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്ക് ഒരു നൗൺ ആയിരിക്കും വന്നിരിക്കുന്നത്. അത് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് അതിന്റെ ഉച്ചാരണം തുടങ്ങുന്നത്. സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ ഏത് മുതലാണ് കുട്ടികളെ? ആ മുതല്
അം വരെ വരുന്ന അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ. ഇപ്പൊ ഉച്ചാരണം അത്തരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിലാണ് അതിന്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അവയ്ക്ക് മുന്നിൽ എന്ത് ചേർത്ത് പറയുക? ആൻ ചേർത്ത് പറയുക. അല്ല എങ്കിൽ ഏത് ചേർത്ത് പറയാം? എ ചേർത്തിട്ട് പറയാം. അങ്ങനെ വന്നില്ല എങ്കിൽ എ ചേർക്കാം. എന്ത് ചെയ്യും? അല്ല എങ്കിൽ അങ്ങനെയാണ് വരുന്നത്. സ്വരാക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നതെങ്കിൽ ആൻ ചേർക്കുക. അങ്ങനെ അല്ല ഉച്ചരിക്കുന്നെങ്കിൽ എ ചേർത്ത് പറയുക. മറക്കൂലല്ലോ. ഇലക്ട്രീഷ്യൻ ഇ എന്ന് പറയുന്ന മലയാളാക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്തെന്ന് പറയാം? ആൻ ഇലക്ട്രീഷ്യൻ. എഞ്ചിനീയർ എ എന്ന് പറയുന്ന മലയാളാക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നത്. അതുകൊണ്ട് ആൻ എഞ്ചിനീയർ. അല്ലേ? യൂറോപ്യൻ യൂറോപ്യൻ യാ എന്ന് പറയുന്ന അക്ഷരം യാ എന്ന് പറയുന്ന മലയാളാക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നത്. അതുകൊണ്ട് എ യൂറോപ്യൻ. മറക്കരുത്. ഇനി അടുത്ത് നോക്കിയേ, ആറാമത്തെ ചോദ്യം. I saw dash of bees. I saw dash of bees. ഇത് കളക്റ്റീവ് നോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാക്ക് ഓപ്ഷനിലുണ്ട്, ബാൻഡ് ഓപ്ഷനിലുണ്ട്, സ്വാം ഓപ്ഷനിലുണ്ട്, പ്രൈഡ് ഓപ്ഷനിലുണ്ട്. പറഞ്ഞു നോക്കിയ ഉത്തരം ഏത് വരും? നമുക്ക് ബീസിന്റെ കളക്റ്റീവ് നോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ബീസ് ബീസിന്റെ കളക്റ്റീവ് നോൺ സ്വാം ഓഫ് ബീസ് ആണ് കേട്ടോ. ബീസിന്റെ കളക്റ്റീവ് നോൺ ഏതാ? സ്വാം ഓഫ് ബീസ്. പ്രാണികളുടെ കളക്റ്റീവ് നോൺ മൊത്തം സ്വാം ആണ്. സ്വാം ഓഫ് ബീസ്, ഇൻസെക്ട്, ഫ്ലൈസ്, കോക്രോച്ച്, ആൻഡ് ഇതെല്ലാം സ്വാം ഓഫ് ആണ്. ബാൻഡ് ഓഫ് ആണെങ്കിൽ മ്യൂസീഷ്യൻ ആണ് കേട്ടോ. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻ ആണ്. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻ. ഓക്കെ, മ്യൂസീഷ്യൻസ്. പ്രൈഡ് അഭിമാനം കൊള്ളുന്നു. പ്രൈഡ് ഓഫ് ലയൺ ആൻഡ് പീകോക്ക് ആണ് കേട്ടോ. പ്രൈഡ് ഓഫ് ലയൺ ആൻഡ് പീകോക്ക്. സ്റ്റാക്ക് ഓഫ് ആണെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്നു ഓർക്കണം കേട്ടോ. ബുക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. സ്റ്റാക്ക് ഓഫ് ബുക്സ് എന്ന് പറഞ്ഞു. സ്റ്റാക്ക് ഓഫ് ബുക്സ്. ഓക്കെ, നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി അവിടെ ഉത്തരമായിട്ട് വരുന്നു. സ്വാം SWARM സ്വാം ഓഫ് ബീസ്. ഫ്ലൈസ്, ബീസ്, കോക്രോച്ച്, ആൻഡ് ഇങ്ങനെയൊക്കെയുള്ള പ്രാണി വർഗത്തിൽപ്പെട്ടവയുടെ കളക്റ്റീവ് നോൺ സ്വാം ഓഫ് ആണ്. അടുത്ത ചോദ്യം നോക്കി. ചൂസ് ദ കറക്റ്റ് ആന്റോണിം സിനോണിം ഫോർ വിയറി. വിയറി എന്ന് പറഞ്ഞ ദുഃഖം, ക്ഷീണം എന്നാണ് കേട്ടോ. ക്ഷീണിക്കുക എന്നാണ് കേട്ടോ വിയറി. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്. വിയറി എന്ത് ചെയ്യുന്നു? നമ്മുടെ ബാലഡ് ഓഫ് ഫാദർ ഗില്ലീഗൻ എന്ന് പറയുന്ന പാഠത്തില് വന്നിട്ടുള്ള വാക്കാണ്. വിയറി എന്ന് പറയുന്നതിന്റെ സിനോണിം ഏതെന്നാണ്? വിയറി ക്ഷീണിതൻ, ടയേർഡ് എന്നാണ്. അപ്പൊ നമുക്ക് ഏതാണ് കിടക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നു. ടയേർഡ് എന്നത് ഉത്തരമായിട്ട് വരുന്നു. വിയറി, ടയേർഡ്. അതിന്റെ സമാന പദമാണ് ടയേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. അവിടെ അടുത്ത ചോദ്യം. സെലക്ട് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ് ഫ്രം ദ ഫ്ലോയിങ് ഓപ്ഷൻ. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് വന്നിട്ടുള്ള വേർഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാൻഡ് കർച്ചീഫിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹാൻഡ് കർച്ചീഫിന്റെ സ്പെല്ലിംഗ് ഏതാണ്? സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. സി ഓപ്ഷൻ. HANDKERCHIEF ഹാൻഡ് കർച്ചീഫ്. ഏത്? സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ. സെലക്ട് ദ സ്യൂട്ടബിൾ വൺ വേർഡ് ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ആൻ എബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെന്റ്സ് ആൻഡ് ടേക്ക് ക്വിക്ക് ഡിസിഷൻസ്. അപ്പൊ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ചോദിച്ചിരിക്കുന്നത്? പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും, ഒരു കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാനും, പിന്നെ അതുപോലെ തന്നെ അതിന് നല്ല ഡിസിഷൻസ് മേക്ക് ചെയ്യാനും, അതുപോലെ ജഡ്ജ്മെന്റ് എല്ലാ കാര്യത്തിലും പെട്ടെന്ന് നടത്താനും പറ്റുന്ന ആ എബിലിറ്റിക്ക് പറയുന്ന പേരെന്താണ്? അക്യുമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട്? അക്യുമെൻ എന്ന് പറഞ്ഞാൽ കഴിവ് എന്നാണ് കേട്ടോ. അക്യുമെൻ മീൻസ് കഴിവ് എന്നാണ് കേട്ടോ. കഴിവ്. ഇനി അക്യൂസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? അക്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരോപിക്കുക എന്നാണ് കേട്ടോ. ആരോപിക്കുക. ഓക്കെ, അക്വേറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ വിടുക എന്നാണ് കേട്ടോ. അക്വിറ്റ് വെറുതെ വിടുക. നമ്മൾ വെറുതെ വിട്ടു, വെറുതെ വിടുക എന്നാണ് കേട്ടോ. അക്കോർഡ് എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ് കേട്ടോ. അക്കോർഡ് മീൻസ് നൽകുക എന്നാണ് കേട്ടോ. നൽകുക. അപ്പൊ നമുക്ക് ഏത് വരും ഇവിടെ? ഇപ്പൊ ഇതിൽ ഏതാണ്? പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും നല്ല ജഡ്ജ്മെന്റ് പറയാനുള്ള കഴിവിന് പറയുന്ന പേര് കഴിവുള്ളവൻ എന്നല്ലേ പറയുള്ളൂ. അക്യുമെൻ എന്നാണ് കേട്ടോ. അക്യുമെൻ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ACUMEN കഴിവുള്ളവൻ എന്ന അർത്ഥത്തിൽ വരുന്നുണ്ട്. കഴിവ്, അക്യുമെൻ എന്നാണ് പറയുന്നത്. വൈൽ വാക്കിംഗ്. 10ാമത്തെ ചോദ്യം നോക്കിയേ. വൈൽ വാക്കിംഗ് ഇൻ ദി പാർക്ക് ഐ ഡാഷ് ആൻ ഓൾഡ് ഫ്രണ്ട്. ഓക്കെ, ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ പാർക്കിലൂടെ നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഓൾഡ് ഫ്രണ്ടിനെ കണ്ടുമുട്ടി എന്നർത്ഥത്തിലാണല്ലോ വരുന്നത്.
കം ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? കം ബൈ മീൻസ് സന്ദർശിക്കുക എന്നാണ്. കം ബൈ മീൻസ് മീറ്റ്, സന്ദർശിക്കുക, നമ്മൾ പോയി കാണുക എന്നൊക്കെ അർത്ഥം പറയില്ലേ, സന്ദർശിക്കുക എന്ന അർത്ഥത്തിലാണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത കം ഓഫ് എന്ന് പറഞ്ഞാൽ, കം ഓഫ് എന്ന് പറഞ്ഞാൽ സക്സസ് എന്ന് പറയാം. എന്ത് ചെയ്യുന്നൂടെ? ബിക്കം സക്സസ് അല്ലെങ്കിൽ ഹാപ്പൻ എന്ന് പറയാം കേട്ടോ. സക്സസ് അല്ലെങ്കിൽ ഹാപ്പൻ എന്ന് പറയാം, സംഭവിക്കുക. കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇഡിയോ എന്ത് ചെയ്യും? ബിക്കം സക്സസ്ഫുൾ എന്നാണ്. കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് മീൻസ് ബിക്കം സക്സസ്ഫുൾ എന്നാണ്. കം ഓഫ് സക്സസ് അല്ലെങ്കിൽ ഹാപ്പൻ എന്നാണ്. കം ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയ്ഡ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എമർജ് എന്ന് പറയാറുണ്ട്. ഫെയ്ഡ് അല്ലെങ്കിൽ എമർജ്, പുറത്തേക്ക് വരിക, എമർജ്. ഇനി കം അക്രോസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ബൈ ചാൻസ്, യാദൃശികവശാൽ കണ്ടുമുട്ടുക, മീറ്റ് ബൈ ചാൻസ്. നമുക്ക് ഉത്തരം ഏത് വരും? ഞാൻ പാർക്കിലൂടെ നടക്കുന്ന സമയത്ത് യാദൃശികവശാൽ എന്റെ സുഹൃത്തിനെ ഞാൻ കണ്ടു. അപ്പൊ നമുക്ക് ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കം അക്രോസ്, മീറ്റ് ബൈ ചാൻസ്. ഓക്കെ ആണല്ലോ? 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.